ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാനെ നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാളെ തിരുവോണം. നമ്മുടെ ജീവിതത്തിലെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനപ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും തീർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ധനധാന്യ സമൃദ്ധി നിറയ്ക്കാനായി വൈകുണ്ഠനാഥനായ ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ കടന്നു വരുന്ന നമ്മളുടെ എല്ലാവരുടെയും മഹാബലി തമ്പുരാൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ തിരുവോണ ദിവസം. നാളത്തെ ദിവസം രാവിലെ എല്ലാവരും വീട്ടിൽ നിലവിളക്ക് കത്തിക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന സമയത്ത് നിലവിളക്ക് കത്തിക്കണേ. ഭഗവാന്റെ ചൈതന്യം നമുക്ക് തൊട്ടറിയാൻ സാധിക്കുന്ന എൻ്റെ പൂജ നടക്കുന്ന മുഹൂർത്തം കൂടാണ് രാവിലെ ഈ മുഹൂർത്തം എന്ന് പറയുന്നത്. ഭഗവത് ചൈതന്യം ഈ ഭൂമിയിലുള്ള സമയമാണ്. ഭഗവത് സാന്നിധ്യം ഈ നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള നേരമാണ് ഈ സമയം. ഈ സമയത്ത് എല്ലാവരും വിളക്കൊരുക്കി വെച്ച് കൃത്യമായിട്ട് വിളക്ക് കത്തിച്ച് തൊഴണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിലവിളക്കൊരുക്കി ഐശ്വര്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് വിളക്ക് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക. വീട്ടിലെ എല്ലാവരെയും വിളിച്ച് വിളക്ക് തൊഴിയിക്കുക. ഏറ്റവും ഐശ്വര്യമായിരിക്കും കേട്ടോ. ഒരു വർഷത്തെ ഫലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദോഷങ്ങളും നീങ്ങാൻ, ജീവിതം ഐശ്വര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തിരുവോണ ദിവസം പുലരിയിൽ, തിരുവോണപ്പുലരിയിൽ രാവിലെ ഈ മുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കൂ. സർവം ഗംഭീരമായി കിട്ടും. നിങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതം രക്ഷപ്പെടും. സർവ്വ ഐശ്വര്യത്താൽ ആ വീട് വിളങ്ങും എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല. ഏതാണ് മുഹൂർത്തം, എങ്ങനെയാണ് വിളക്ക് കത്തിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. എല്ലാവരും ചെയ്യണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മഹാവിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും നമ്മുടെ മഹാബലി തമ്പുരാനെയും പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നേടി ഐശ്വര്യമായിട്ട് ഈ ദിവസത്തിലേക്ക് കടക്കാവുന്നതാണ്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, തിരുവോണമായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഏറ്റവും വലിയ വിളക്ക് തന്നെ കത്തിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നിലവിളക്ക് കത്തിക്കുന്നത് ചെറിയ വിളക്കാണെന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ വിളക്ക് കൂടി കത്തിക്കുന്നതും ഏറ്റവും നന്നായിരിക്കും. തിരുവോണത്തിന് മുമ്പ് നിലവിളക്കൊക്കെ നല്ല തേച്ച് മിനുക്കി നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ കഴുകി പുളിയൊക്കെ ഇട്ട് തേച്ച് വൃത്തിയാക്കി ഐശ്വര്യമായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന വീട്ടിലെ ഏറ്റവും വലിയ വിളക്ക് കത്തിക്കാമെങ്കിൽ അതാണ് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത്. 5 തിരിയിട്ട് തന്നെ നിലവിളക്ക് കത്തിക്കണം കേട്ടോ. ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. എല്ലാവരും വീട്ടിൽ 5 തിരിയിട്ട് തിരുവോണപ്രഭാതത്തിൽ, തിരുവോണപ്പുലരിയിൽ ഭദ്രാദീപം തന്നെ തെളിയിക്കണം എന്നുള്ളതാണ്. 5 തിരിയിട്ട് നെയ്യോ എണ്ണയോ ഒഴിച്ച് ഐശ്വര്യമായിട്ട് നിലവിളക്ക് കത്തിക്കണം. നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടിയിൽ തുളസി തീർത്ഥം വയ്ക്കണം. തുളസി തീർത്ഥം നിർബന്ധമാണ്. മറ്റു പൂക്കളൊന്നും ഇട്ട് ജലം അലങ്കോലപ്പെടുത്തരുത്. ഏറ്റവും ഐശ്വര്യമായിട്ട് 5 തിരിയിട്ട നിലവിളക്കിനോടൊപ്പം ഭഗവാന് തുളസി തീർത്ഥം വയ്ക്കണം. നല്ല ഒരു കിണ്ടി ജലമെടുത്ത് അതിലൊരു തുളസിക്കതിര് നുള്ളിയിട്ട് നിലവിളക്കിനോടൊപ്പം ഐശ്വര്യമായിട്ട് വയ്ക്കുക. നിലവിളക്കിൻ്റെ മുന്നിൽ എല്ലാവരും ഞാൻ ഈ പറയുന്ന പോലെ ഒരു വാഴയില വെച്ച് ഈ ഒരു സമർപ്പണം നടത്തണം കേട്ടോ. ഗംഭീരമായിരിക്കും. കാര്യം വേറൊന്നുമല്ല, നല്ല ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പറ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ആയാലും മതി, അല്ലെ ഒരു പൂജാ താലം ആയാലും മതി, എടുക്കുക. ഒരു വാഴയില തുമ്പ് വെട്ടി നിലവിളക്ക് വെക്കുന്നതിൻ്റെ മുന്നിലായിട്ട് വെക്കുക. ഒരു വാഴയില തുമ്പ് വെക്കുക. വാഴയില തുമ്പ് വെട്ടിയിടുക. അതിന് മുകളിലായിട്ട് ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു മൊന്തയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഐശ്വര്യമായിട്ട് നെല്ലുള്ളവർ ഒരു കുമ്പിള് നെല്ല് വെക്കണം. നെല്ല് വെക്കുമ്പം നല്ല സമൃദ്ധമായിട്ട് വെക്കണം. എന്താണ് സമൃദ്ധം എന്ന് പറഞ്ഞാൽ കൂന കൂട്ടി നല്ല സമൃദ്ധി എന്ന് തോന്നിക്കുന്ന രീതിയിൽ വെക്കുക. ഒരു ഗ്ലാസ്സിൽ നല്ല കൂന കൂട്ടി മുകളിലേക്ക് സമൃദ്ധമായി നിൽക്കുന്ന രീതിയിൽ നെല്ല് വെക്കുക. ഇനി നെല്ലില്ല എന്നുണ്ടെങ്കിൽ പച്ചരി ഉണ്ടല്ലോ, പച്ചരി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചരി വാങ്ങിയിട്ട് ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നല്ല സമൃദ്ധമായിട്ട് കൂന കൂട്ടി വെക്കുന്ന രീതിയിൽ പച്ചരി വെക്കുക. ആ പച്ചരിയുടെ മുകളിലായിട്ട് മഞ്ഞൾ കഷ്ണമുണ്ട് എന്നുണ്ടെങ്കിൽ മഞ്ഞൾ കഷ്ണം വയ്ക്കുക. അല്ല നെല്ലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നെല്ലിന് മുകളിലായിട്ട് ഒരു മഞ്ഞളിൻ്റെ കഷ്ണം വയ്ക്കുക. മഞ്ഞൾ കഷ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുമ്പിള് പാത്രം എടുത്ത് അതിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടി ആയാലും മതി, സമൃദ്ധമായിട്ടിട്ട് നിലവിളക്കിൻ്റെ മുന്നിൽ വയ്ക്കുക. കുറച്ച് പൂക്കൾ അതിന് മുകളിൽ സമർപ്പിക്കുക. പൂക്കളെന്ന് പറയുമ്പം മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത്.
മഞ്ഞ നിറത്തിലുള്ള പൂക്കളെന്ന് പറയുമ്പം മഞ്ഞ അരളിപ്പൂവ്, മഞ്ഞ തെച്ചിപ്പൂവ്, മഞ്ഞ നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂവ്, ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മുക്കുറ്റി വീട്ടിലുണ്ടെങ്കിൽ മുക്കുറ്റിപ്പൂവ്. ഈ പൂക്കളിൽ ഏതെങ്കിലും പൂക്കൾ പറിച്ചുകൊണ്ട് വന്ന് ഐശ്വര്യമായിട്ട്, ഇനി ഈ പൂക്കളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മുല്ലപ്പൂ ഉണ്ടാവുമല്ലോ, മുല്ലപ്പൂ ആയാലും മതി. ഐശ്വര്യമായിട്ട് ഈ വെച്ചിരിക്കുന്ന നെല്ലിൻ്റെ അല്ലെങ്കിൽ അരിയുടെ മുകളിലായിട്ട് ആ മഞ്ഞളിനോടൊപ്പം സമർപ്പിക്കുക. സമർപ്പിച്ച് ആ വാഴയിലയിൽ സമൃദ്ധമായ മഹാലക്ഷ്മി കുടികൊള്ളുന്ന ഈ ഒരു ധാന്യവും മഞ്ഞളും വെച്ച് രാവിലെ അതിൻ്റെ അടുത്ത് വേണം വിളക്ക് കത്തിക്കുക. അതായത് വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ മുന്നിൽ ഈ വസ്തുക്കൾ സമർപ്പിച്ച് വേണം വിളക്ക് തൊഴാനായിട്ട് എന്ന് പറയുന്നത്. രാവിലെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഈ മുഹൂർത്തം ഒന്ന് കുറിച്ച് വെച്ചോ. രാവിലെ 5:01-നും 7:20-ഉം, 5:01 മുതൽ 7:20 വരെ, 5:01 മുതൽ 7:20 വരെ, 7:20 കഴിഞ്ഞിട്ട് നേരം വൈകി വിളക്ക് കത്തിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. 7:20-നകത്ത് തിരുവോണ ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റ് ഐശ്വര്യമായിട്ട് രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്ന് വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥൻ നിലവിളക്ക് തെളിയിക്കുക. 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക. നിലവിളക്ക് കത്തിച്ചിട്ട് വേണം ക്ഷേത്രത്തിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ പോകാനായിട്ട്. രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടല്ല വീട്ടിൽ വിളക്ക് കത്തിക്കേണ്ടത്. വീട്ടിൽ വിളക്ക് കത്തിച്ച് ഐശ്വര്യമായിട്ട് വെച്ച് അവിടെ തൊഴുതിട്ട് വേണം അമ്പലത്തിൽ പോയെങ്കിലേ ക്ഷേത്ര ദർശനം പോലും അതിൻ്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ എന്നുള്ളതാണ്. ചിലരുണ്ട് വന്നിട്ട് കത്തിക്കുക എന്ന് പറഞ്ഞ് രാവിലെ ഭഗവാനെ കാണാൻ ക്ഷേത്രത്തിലേക്ക് പോകും. വീടടഞ്ഞു കിടക്കുക, അത് പാടില്ല. രാവിലെ വിളക്ക് വെച്ച് നിങ്ങളുടെ വീട്ടിൽ ഭഗവത് സാന്നിധ്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം ക്ഷേത്രത്തിൽ തൊഴാൻ പോകാൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് വേണം നിലവിളക്ക് തൊഴാനെന്ന് പറയുന്നത്. നിലവിളക്ക് തൊഴുന്ന സമയത്ത് 6 ദേവന്മാരെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് തിരുവോണ ദിവസം എന്ന് പറയുന്നത്. 6 പേര് ആരൊക്കെയാണ്? ഞാൻ 6 പേരുടെയും കാര്യം പറഞ്ഞുതരാം, മന്ത്രങ്ങളും പറഞ്ഞുതരാം. നിങ്ങളതൊന്ന് കുറിച്ചെടുക്കുകയോ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യുക. ചെയ്തിട്ട് കൃത്യമായിട്ട് ഈ 6 ദേവന്മാരെയും വിളക്ക് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാ ഐശ്വര്യവും കിട്ടും. പിന്നെ നിങ്ങൾക്കൊരു തിരിഞ്ഞുനോട്ടം ജീവിതത്തിൽ ഉണ്ടാവില്ല. തിരുവോണ ദിവസമായിട്ട് തിരുവോണ പുലരിയിൽ ഈ 6 പേരെ ഐശ്വര്യമായിട്ട് വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് നോക്കൂ. സർവം ഗംഭീരമാകും. വിജയത്തിൻ്റെ തിരുവോണമായി തിരുവോണം മാറും. വരുന്ന ഒരു വർഷക്കാലം ഐശ്വര്യമായിരിക്കും ഫലം. ഒന്നാമത്തത്, വിളക്ക് കത്തിച്ച് വസ്തുക്കൾ സമർപ്പിച്ച് തൊഴുമ്പം ആദ്യം കൈകൂപ്പി തൊഴേണ്ടത് ഗണപതി ഭഗവാനെയാണ്. ഓം ഗം ഗണപതയേ നമ എന്ന് 3 തവണ ചൊല്ലുക. ഓം ഗം ഗണപതയേ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗം ഗണപതയേ നമ. ഒന്നാമത്തത് മറന്നു പോരുത് കേട്ടോ, ഗണപതി ഭഗവാൻ. രണ്ടാമത്തതെന്ന് പറയുന്നത് ആദിത്യനെ തൊഴണം, സൂര്യഭഗവാനെ തൊഴണം. സൂര്യഭഗവാന്റെ ഏറ്റവും അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ് തിരുവോണപ്പുലരി എന്ന് പറയുന്നത്. സൂര്യഭഗവാനെ ഓം ആദിത്യായ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം. എങ്ങനെയാണ്? ഓം ആദിത്യായ നമ, ഓം ആദിത്യായ നമ, ഓം ആദിത്യായ നമ 3 തവണ ചൊല്ലണം. രണ്ടാമത്തത്. മൂന്നാമത്തതെന്ന് പറയുന്നത് സകല സൃഷ്ടിയുടെയും ഈ പ്രപഞ്ചത്തിലെ എല്ലാ തരത്തിലുള്ള സ്ഥിതിയുടെയും ദേവനായ, ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന ഭഗവാൻ നാരായണൻ, ഭഗവാനെ തൊഴണം. എങ്ങനെയാണ്? ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ 3 തവണ ചൊല്ലി പ്രാർത്ഥിക്കുക. മൂന്നാമത്തത്. നാലാമത്തതെന്ന് പറയുന്നത് അമ്മ മഹാലക്ഷ്മി, എൻ്റെ അമ്മ പൊന്നുതമ്പുരാട്ടി മഹാലക്ഷ്മിയെ, സകല ധനധാന്യ സമൃദ്ധിയും നൽകുന്ന ഭഗവതിയെ തൊഴണം. ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ എന്ന് മഹാലക്ഷ്മിയെ തൊഴുക. ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ, ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ, ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ. മഹാലക്ഷ്മിയെ തൊഴുതല്ലോ, 4 ആയല്ലോ. അഞ്ചാമത്തതെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം, ആറാമത്തേത് എന്ന് പറയുന്ന, അഞ്ചാമത്തേത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥയായ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ആരാണോ അവരെ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും കുലദേവത ഉണ്ടാവുമല്ലോ, കുടുംബദേവത ഉണ്ടാവുമല്ലോ. അതേത് ദേവിയാണോ ദേവനാണോ അവരുടെ പേരെടുത്ത് വിളിച്ച് മനസ്സിൽ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാവണേ, എൻ്റെ പരദേവതയുടെ അനുഗ്രഹം ഉണ്ടാവണേ, എൻ്റെ കുലദേവതയുടെ അനുഗ്രഹം ഉണ്ടാവണേ, ഇന്ന ഭഗവാൻ ഇന്ന ഭഗവതി അനുഗ്രഹിക്കണേ, നന്നായി വരണേ എന്ന് പ്രാർത്ഥിക്കണം. ഏറ്റവും അവസാനത്തത് 6-മത്തേത് എന്ന് പറയുന്നത് സാക്ഷാൽ ശിവപാർവതിമാരെ പ്രാർത്ഥിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശിവപാർവതിമാരെ. ശിവപാർവതിമാരെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഓം ഉമാമഹേശ്വരായ നമ. എങ്ങനെയാണ്? ഓം ഉമാമഹേശ്വരായ നമ. സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ, ശക്തിസ്വരൂപിണി ശ്രീപാർവതി അമ്മയുടെയും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകാനായിട്ട് ഈ 6 പേരെ പ്രാർത്ഥിച്ചുകൊണ്ട്
ഐശ്വര്യമായിട്ട് നിങ്ങൾ ദാ ഈ ഒരു ഓണം പിറക്കുന്നതിലോട്ടൊന്ന് കടന്നു നോക്കിക്കേ. സർവം ഗംഭീരമായി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യം കേട്ടോ. എല്ലാവരും ഈ 6 കാര്യം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് വീട്ടിലെ ഓരോ അംഗങ്ങളെയും വിളിച്ച് വിളക്ക് തൊഴിയിക്കണം. രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്ന് വീട്ടിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ വേണം നേതൃത്വം കൊടുത്ത് വിളക്ക് കത്തിക്കാനായിട്ട്. വിളക്ക് കത്തിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ഓരോ അംഗങ്ങളും എഴുന്നേറ്റ് വരുന്ന വാക്കിന് എല്ലാവരും വന്ന് വിളക്ക് തൊഴാൻ പറയണം, അല്ലെ കുളിച്ച് വന്ന് വിളക്ക് തൊഴാൻ പറയണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. തിരുവോണമായിട്ട് എല്ലാ തിരക്കുകൾക്കും ഇടയിൽ വീട്ടിലാരും ഭഗവാനെ മറന്നു പോകരുത്. ഭഗവാന്റെ ചൈതന്യം വന്നു ചേരുന്ന ദിവസമാണ്. അതുപോലെ രാവിലെ ഒരു മൊന്ത ജലം ഐശ്വര്യമായിട്ട് കുളിച്ച് ശുദ്ധിയായി വന്ന് നല്ല ഒരു മൊന്ത ജലം അടുക്കളയിൽ നിന്നോ മറ്റോ എടുത്തിട്ട് വന്ന് വീട്ടിലെ തുളസിക്ക് ഒഴിക്കണം കേട്ടോ. തുളസിക്ക് വീട്ടിന് മുന്നിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ തുളസിക്ക് തിരുവോണ ദിവസം രാവിലെ ഒരു മൊന്ത ഐശ്വര്യമായിട്ട് ഒരു മൊന്ത ജലം ഒഴിക്കണം. പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദമദനോദ്ഭുതേ തുളസീത്വ നമാമ്യഹം എന്നുകൂടി ചൊല്ലി 3 വലം വെച്ച് തുളസിയെ പ്രാർത്ഥിക്കാവുന്നുണ്ടെങ്കിൽ അതിഗംഭീരമായി എന്ന് പറയാം. ഇതിൽ പരം ഒരു ഐശ്വര്യം നിങ്ങൾക്ക് തിരുവോണ നാളിൽ കിട്ടാനില്ല. ഒരു മൊന്ത ജലം ഒഴിക്കുക. പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദമദനോദ്ഭുതേ തുളസീത്വ നമാമ്യഹം എന്നുകൂടി ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ദിവസം, അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ തിരുവോണ ദിവസം എന്ന് പറയുന്നത് വാമനാവതാര ദിവസം കൂടിയായിട്ടാണ് ഹൈന്ദവ പുരാണങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം വാമനാവതാരം ഭഗവാൻ കൈക്കൊണ്ട നാൾ കൂടിയാണ് തിരുവോണ ദിവസം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാളത്തെ ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് വിളക്ക് തൊഴുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ദാ ഈ ഒരു മന്ത്രം കൂടെ വളരെ സ്പെഷ്യലായിട്ട് ചൊല്ലുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ്. അതായത് വാമന ഗായത്രി മന്ത്രമാണ്. എങ്ങനെയാണ് വാമന ഗായത്രി മന്ത്രം ചൊല്ലുന്നത്? ഓം ത്രിവിക്രമായ വിദ്മഹേ വിശ്വരൂപായ ധീമഹി തന്നോ വാമന പ്രചോദയ. വിളക്ക് കത്തിക്കുമ്പോഴോ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്തോ ഈ ഒരു മന്ത്രവും കൂടെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഏറ്റവും ഐശ്വര്യമായിരിക്കും. വീട്ടിൽ രാവിലെ മുഴങ്ങിക്കേൾക്കുന്ന രീതിയിൽ ലക്ഷ്മി സ്തുതികൾ ഇടുന്നത്, മഹാലക്ഷ്മി അഷ്ടോത്തരം പാരായണം ചെയ്യുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത് അത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടി വിയിലോ മൊബൈലിലോ ഒക്കെ അതിട്ട് വീട്ടിൽ മുഴങ്ങി കേൾക്കുന്ന രീതിയിലാക്കിയാലും മതി. എല്ലാവരും ഐശ്വര്യപൂർണ്ണമായിട്ട് ഈ ഒരു തിരുവോണ ദിവസത്തെ ഏറ്റവും ഭക്തിയാദരവോടുകൂടി വിളക്ക് വെച്ച് തരത്തിൽ തൊഴുതു വേണം തുടങ്ങാനായിട്ടെന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലാകാത്തതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അറിയിക്കാം. ഏറ്റവും വിശേഷപ്പെട്ട തിരുവോണ ദിവസമാണ് നാളത്തെ ദിവസം. ആരും ഈ അവസരം വിട്ടുകളയരുത്. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നല്ലതേ വരുള്ളൂ. എൻ്റെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും. നന്നായി വരും. നന്ദി, നമസ്കാരം.